ആയിക്കൊള്ളട്ടെ, ഏത് ഇബാദത്തുകളായിക്കൊള്ളട്ടെ, അതിലൂടെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാനസികമായ വിശുദ്ധിയാണ്. പ്രിയമുള്ളവരെ, ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെടുന്നതാകുന്ന ഇബാദത്തുകളും സുഹൃതങ്ങളും നന്മകളും അല്ലാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് മുഅ്മിനീങ്ങളായ തന്റെ അടിമകളുടെ ഹൃദയത്തെ സംശുദ്ധീകരിച്ച് തിന്മയുടെ വഴിയിൽ നിന്നും നന്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു മുഅ്മിൻ അല്ലാഹു കൊടുക്കുന്ന അവസരമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിനെ നമ്മൾ വരവേറ്റു. ഇതാ റമദാനിന്റെ റഹ്മത്തിന്റെ 10, കാരുണ്യത്തിന്റെ 10 നമ്മളിൽ നിന്നും വിട പറയുകയാണ്. റഹ്മത്തിന്റെ വിതരണം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ 10 നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ, അതും മുഖേന സ്വർഗ പ്രവേശനം നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ, അവന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും മഗ്ഫിറത്തിന്റെ 10 പ്രയോജനപ്പെടുകയില്ല. അവന്റെ കരുണയില്ലാതെ ഒരാൾക്കും നരകമോചനം ലഭിക്കുകയില്ല. അവന്റെ കരുണയില്ലാതെ ഒരാൾക്കും സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ നമ്മളോട് സലാം പറയാൻ പോവുകയാണ്. കാരുണ്യം അല്ലാഹു ഇതാ കണക്കില്ലാതെ തന്റെ അടിമകളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ വിതരണം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ സകല നികല മേഖലകളിൽ വിജയിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, നമ്മുടെ കച്ചവട മേഖലയായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലും നമുക്ക് വിജയിക്കുന്നതിന്റെ കാരുണ്യം അത് മർമ്മപ്രധാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോടായി പറയുകയാണ്, യാ സഹാബ, നിങ്ങൾ പറ്റുന്നത് പോലെ സാധിക്കുന്നത് പോലെ ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സദഖകളും സുഹൃതങ്ങളും എല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക. പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിൽ നിങ്ങൾക്ക് വിജയം നൽകണമെങ്കിൽ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സഹാബത്തെ എന്ന് ആദരവാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുമ്പോൾ, സഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, വലാ അൻത യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വിഷയങ്ങളെ ശരിയാണ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന നബിയെ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ നബിയെ അങ്ങേക്കും നാളെ രക്ഷയില്ലേ എന്ന് ചോദിക്കുമ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ലാ അയ്യതഹമ്മദിനി അല്ലാഹു ബിറഹ്മതി, പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ കരുണയില്ലാതെ ഞാൻ ചെയ്യുന്ന പരിശ്രമങ്ങളും ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളും കൊണ്ട് എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല സഹാബത്തെ എന്ന് ഈ ലോകത്തെ തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കരുണ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ കരുണയും അവന്റെ റഹ്മത്തും അവന്റെ ഔദാര്യവും നമുക്ക് വളരെ കൂടുതൽ ആവശ്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ എല്ലാ മേഖലയിലും എടുത്തു നോക്കിയാൽ വല്ലാത്ത പ്രതിസന്ധിയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഈ ദുനിയാവിലോ നാളെ ആഖിറത്തിലോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കുക? ആദ്യമായി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബുൽ ഇസ്സത്തിന്റെ കരുണയിൽ പ്രതീക്ഷയുള്ളവരായി തീരുക. അല്ലാഹുവിന്റെ കരുണ എനിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുക. ഒരിക്കലും നിരാശനായ ഒരു മുഅ്മിന്റെ മനസ്സ് പോവാൻ പാടില്ല.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബിനാ വറഹ്മതുക അർജഅ ഇൻദനാ മിൻ അഅമാലിനാ. പടച്ചവനെ, ഒരുപാട് ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സുഹൃത്തുക്കളും ഞങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് നിന്റെ കരുണയാണ്, നിന്റെ റഹ്മത്താണ് പടച്ചവനെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളും സഹാബാക്കളും ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിന്റെ, നിരാശയുടെ, ദുഃഖത്തിന്റെ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കടന്നുപോയാലും നമ്മൾ വിചാരിക്കണം, അല്ലാഹുവിന്റെ കരുണ, അല്ലാഹുവിന്റെ സഹായം ഇതാ എന്റെ ജീവിതത്തിലേക്കും കരുണയുടെ റഹ്മത്തിന്റെ മന്ദമാരുതൻ എന്റെ ജീവിതത്തിലും വന്ന് തലോടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കും, എനിക്കും രക്ഷപ്പെടാൻ കഴിയും. എന്റെ ജീവിതത്തിലും സന്തോഷത്തിന്റെ സുദിനത്തിന്റെ നാളുകൾ എന്റെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഒരു മുമ്പിൽ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിരാശരായി കഴിയൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം പാപം ചെയ്തവനാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പൊരുത്തമില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തവനാണെന്നുള്ള നിരാശ പുറത്തു തരില്ല. അള്ളാഹുവിന്റെ സ്വർഗ പ്രവേശനം എനിക്ക് ലഭിക്കില്ല, നരകമോചനം എനിക്ക് ലഭിക്കില്ല. എന്റെ കടങ്ങളുമായി സന്തോഷത്തിന്റെ സുദിനം എന്റെ ജീവിതത്തിലും വരില്ല എന്നുള്ള നിരാശയിൽ ഒരു മുമ്പിന്റെ മനസ്സായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, അതൊരു മുഅ്മിനിന്റെ ഗുണമല്ല, അതൊരു മുഅ്മിനിന്റെ സിഫത്തല്ല. ലാ തയഅസു മിൻ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്, നിരാശയിൽ, പ്രതിസന്ധിയിൽ നിരാശപ്പെടുന്നവർ, ജീവിതത്തിൽ നല്ലൊരു നാൾ കിടന്നവരില്ലെന്ന് വിചാരിക്കുന്നവർ, അതാരുടെ സ്വഭാവ ഗുണമെന്നറിയുമോ? അത് കാഫിരീങ്ങളുടെ, സത്യനിഷേധികളുടെ ഗുണമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പല ഭാഗങ്ങളിലൂടെ, പല ആയത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അടുത്ത ആയത്തിൽ പറയുന്നു, അള്ളാഹുവിന്റെ കരുണയിലും കാരുണ്യത്തിലും നിരാശ അർപ്പിക്കുന്ന ജനങ്ങൾ ആരെന്നറിയുമോ? ഇല്ലൽ ഖൗമുൽ ളാല്ലൂൻ, സത്യനിഷേധികളും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും അള്ളാഹുവിനെ അനുസരിക്കാത്ത ഫാസിഖീങ്ങളുമാണ് അള്ളാഹുവിന്റെ കരുണയിൽ നിരാശ വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്, പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. എന്തിലേക്കാണ് അല്ലാഹു ക്ഷണിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടോ, ചെവി കൊണ്ടോ, നാവ് കൊണ്ടോ, ഹൃദയം കൊണ്ടോ പാപങ്ങളുടെ കൂമ്പാരം നിങ്ങൾ ചെയ്തു തീർത്താലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവില്ലേ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഇതാ എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ ഈ ലോകത്തിന്റെ അധിപനായ റബ്ബുൽ ഇസ്സത്താകുന്ന പടച്ച തമ്പുരാൻ നമ്മളെ ഇതാ ക്ഷണിക്കുകയാണ്. ഈ റമദാനിലൂടെ 10 ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ എന്താവശ്യമാണോ ഉള്ളത് അത് പൂർത്തീകരിച്ചു തരാൻ റബ്ബുൽ ഇസ്സത്ത് തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തിന്മകൾ ചെയ്ത്, തെറ്റുകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ നമ്മളോട് സ്വയം ഒരു മടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവല്ലേ എന്ന് മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറും, നമ്മുടെ ജീവിതത്തിന്റെ കടബാധ്യതകൾ മാറും, നമുക്കും സ്വർഗ്ഗം ലഭിക്കും. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മന്ദമാരുതൻ എന്റെ ജീവിതത്തിലേക്കും കടന്നു വരാനുണ്ട്. ഇന്നെനിക്ക് കൈപ്പുനീരിന്റെ
ബുദ്ധിമുട്ടിന്റെ, ദാരിദ്ര്യത്തിന്റെ, പ്രയാസത്തിന്റെ ജീവിതമാണെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു എന്റെ ജീവിതത്തിലും സന്തോഷത്തിന്റെ സുദിനങ്ങൾ തരുമെന്നുള്ള നല്ല പ്രതീക്ഷയിലായിരിക്കണം ഒരു മുഅ്മിൻ ജീവിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. ആദ്യമായി ഒരു മുഅ്മിൻ സ്വന്തം വിഷയത്തിൽ പ്രതീക്ഷയുള്ളവരായിരിക്കണം. സ്വന്തം വിഷയത്തിൽ നിരാശയുള്ളവൻ അത് മുഅ്മിനല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അത് കാഫിരീങ്ങളുടെ, വഴികെട്ടവരുടെ, ഫാസിഖീങ്ങളുടെ ഗുണമാണ് നിരാശപ്പെട്ട് ജീവിക്കുക. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വന്തം പ്രതീക്ഷ വെക്കുന്നത് പോലെ, സ്വന്തം ജീവിതത്തിൽ നിരാശപ്പെടുന്നത് തിന്മയാകുന്നത് പോലെ തന്റെ കൂട്ടുകാരനെ, തന്റെ മാതാപിതാക്കളെ, തന്റെ മക്കളെ അവൻ നന്നാവില്ല, അവൻ മോശമായ വഴിയിൽ സഞ്ചരിച്ചു, അവനിനി ഒരു കാലവും ഗതി പിടിക്കില്ല എന്നുള്ള നമ്മുടെ ജഡ്ജ്മെന്റ് അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തിന്മയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഉപദേശിക്കുന്നു, നമസ്കരിക്കാൻ കടന്നു വരാൻ പറയുന്നു, പക്ഷേ അവൻ മോശമായ വഴിയിൽ സഞ്ചരിക്കുകയാണ്. അവനെ കുറിച്ച് നമ്മൾ നാട്ടുകാരെ തീരുമാനിക്കുകയാണ്, അവനെ എത്ര ഉപദേശിച്ചാലും നന്നാവില്ല, അവൻ എത്ര ഉപദേശിച്ചാലും നന്മയിലേക്ക് വരില്ല, അവൻ ഒരു കാലവും ഗതി പിടിക്കില്ല എന്നുള്ള നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ വലിയ പാപത്തിന്, വലിയ കുറ്റത്തിന് കാരണമാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ഞങ്ങൾ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ബനൂ ഇസ്രായീലിൽ രണ്ട് പുരുഷന്മാർ, രണ്ട് കൂട്ടുകാരുണ്ട്, മുതഹാബ്ബൈനി, അവർ രണ്ടും നല്ല കൂട്ടുകാരാണ്, നല്ല ചങ്ങാതിമാരാണ്, പക്ഷേ അഹദുഹുമാ സ്വാലിഹുൻ, അതിലൊരാൾ നല്ല മനുഷ്യനാണ്, ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ മനുഷ്യനാണ്, പക്ഷേ വൽ ആഖിറു ആസിമുൻ, മറ്റേ കൂട്ടുകാരൻ തെമ്മാടിയാണ്, തിന്മകൾ ചെയ്യുന്നവനാണ്, നാട്ടുകാരുടെ മുമ്പിൽ ഫാസിഖായി, കള്ളുകുടിയനായി, വ്യഭിചാരിയായി ജീവിക്കുന്ന രണ്ട് കൂട്ടുകാർ. എപ്പോൾ ഈ മോശമായ കൂട്ടുകാരനെ ഈ സ്വാലിഹായ മനുഷ്യൻ നന്നാവണം, അല്ലാഹു നിന്നെ ശിക്ഷിക്കും, ഈ പാപത്തിൽ നിന്ന് മാറണം, സ്വർഗത്തിൽ കിടക്കണോ, നീ നന്മയുടെ വഴിയിലേക്ക് കടന്നു വരണം, എപ്പോ കണ്ടാലും ഉപദേശമാണ്, എപ്പോൾ അവനെ കണ്ടാലും അവനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉപദേശിച്ച് ഒരു ദിവസം ഈ സ്വാലിഹായ മനുഷ്യൻ ഈ മനുഷ്യനെ വീണ്ടും കണ്ടപ്പോ വീണ്ടും ഉപദേശിക്കുകയാണ്, നീ ഇങ്ങനെ പോവല്ലേ, നീ നന്നാവണം, നന്മയുടെ വഴിയിലേക്ക് വരണം. ഈ മനുഷ്യന്, പാപിയായ മനുഷ്യന് വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത സങ്കടം തോന്നിയിട്ട് പറഞ്ഞു, ഹല്ലിനി വറബ്ബി, നീ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടന്നിങ്ങനെ ഉപദേശിക്കുന്നത്? ഞാൻ എന്റെ പാപങ്ങൾ എന്റെ റബ്ബുൽ ഇസ്സത്തിനോട് ഞാൻ പറഞ്ഞുകൊള്ളാം. അല്ലാഹു നിന്നെ എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഈ മനുഷ്യൻ ചോദിക്കുമ്പോ ഈ സ്വാലിഹായ മനുഷ്യന് വല്ലാത്ത ദേഷ്യം വരികയാണ്, വല്ലാത്ത കോപം വരികയാണ്. ഇത്രയും ഉപദേശിച്ച അവസാനം ഇവനെന്നെ തിരിച്ച് ശകാരിക്കുകയോ? ഈ സ്വാലിഹായ മനുഷ്യൻ ഒരു തീരുമാനം പറയുകയാണ്, വല്ലാഹു ലാ യഗ്ഫിറു ലക അബദാ, വല്ലാഹു ലാ യദ്ഖുലകൽ ജന്നത അബദാ, നിനക്കൊരിക്കലും അല്ലാഹു കൊടുത്തു തരില്ലടാ, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഒരിക്കലും ലഭിക്കില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ അധിപനായ സർവാധിപതിയായ പടച്ചതമ്പുരാന് ഈ സാലിഹായ മനുഷ്യന്റെ ജഡ്ജ്മെന്റ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. സഹാബത്തിനോട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുറെ കാലങ്ങൾക്ക് ശേഷം ഇവര് മരണപ്പെട്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ രണ്ട് മനുഷ്യന്മാർ, ഈ സ്വാലിഹായ മനുഷ്യനും പാപിയായ മനുഷ്യനും മരണപ്പെട്ടു. അല്ലാഹുവിന്റെ കോടതിക്ക് മുമ്പിൽ വിചാരണയ്ക്കായി കൊണ്ടുവരികയാണ്. ആദ്യമായി തമ്മാടിയായ മനുഷ്യനെ അല്ലാഹുവിന്റെ വിചാരണയ്ക്കായി കൊണ്ടുവരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പാപിയായ മനുഷ്യനോട് ചോദിക്കുന്നു, ഏ മനുഷ്യ, നീ എത്രത്തോളം പാപമാണ് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം വ്യഭിചാരവും കള്ളുകുടിയും തിന്മയാണല്ലോ, എത്രത്തോളം കുർബാനും പാപങ്ങളായിട്ടാണ് നീ കടന്നു വന്നത് എന്ന്
അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പാപിയായ മനുഷ്യനോട് ചോദിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, പക്ഷേ നിനക്ക് എന്റെ റഹ്മത്തിൽ ഉണ്ടായിരുന്ന, എന്റെ കാരുണ്യത്തിൽ നിനക്കുണ്ടായിരുന്ന പ്രതീക്ഷയുണ്ടല്ലോ, നീ ചെയ്യുന്ന തിന്മയേക്കാൾ, നീ ചെയ്തിരുന്ന മോശത്തരങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ എന്റെ കരുണയിലുള്ള പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മലായികത്തുകളെ വിളിച്ചിട്ട് പറയും, ഉദ്ഖുലുഹു അൽ ജന്നത ബിറഹ്മതിഹി. ആ മനുഷ്യനെ ഇതാ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോ, ആ മനുഷ്യനെ സ്വർഗീയമായ സുഖാനുഗ്രഹങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോ, ആ മനുഷ്യന്റെ റഹ്മത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ സ്വാലിഹായ മനുഷ്യനെ വിചാരണയ്ക്കായി കൊണ്ടുവരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യാൻ നിൽക്കുകയാണ്. അല്ലാഹ് ചോദിക്കുന്നു, നിന്റെ അക്കൗണ്ടിൽ എത്രത്തോളം നമസ്കാരമുണ്ട്, നിന്റെ അക്കൗണ്ടിൽ എത്രത്തോളം ഇബാദത്തുകളും ദാനധർമ്മങ്ങളും ഹജ്ജുകളും സുഹൃത്തുക്കളുമുണ്ട്, പർവ്വതത്തിന്റെ സമാനമായ നന്മകൾ നിന്റെ അക്കൗണ്ടിൽ ഉണ്ടല്ലോ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, എന്റെ നാട്ടിൽ നിലനിൽക്കുന്നതാകുന്ന റഹ്മത്തിൽ കേറി ജഡ്ജിമെന്റ് നടത്താൻ നിനക്കാരാണ് അനുവാദം തന്നത്, നിനക്കാരാണ് അത് പറയാനുള്ള അനുവാദം തന്നത്? മലായികത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ആ സാലിഹായ മനുഷ്യനെ നരകത്തിലേക്ക് ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടാൻ അല്ലാഹുവിന്റെ മലായികത്തുകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ നാട്ടുകാരായ മക്കളെ പറ്റി, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, അവരെ പറ്റി നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവണം. അവരെ സ്നേഹിച്ച് തലോടി അവർക്ക് നല്ലതാകുന്ന ഈമാനികമാകുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ ഇഷ്കോടെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ മക്കളെ പറ്റി അവൻ ലഹരിക്കടിമയാണ്, അവൻ കഞ്ചാവിനടിമയാണ്, അവൻ മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണ്, ആര് കണ്ടാലും അവനോട് സലാം പറയാത്ത അവസ്ഥയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നാട്ടുകാരെല്ലാം അതിന് കുറ്റക്കാരാകുമെന്ന് ഈ ഹദീസിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരുടെ വിഷയത്തിൽ അവൻ നന്നാവില്ലെന്നുള്ള നിരാശ, അവൻ ഗതിപിടിക്കുന്നുള്ള നമ്മുടെ പറച്ചിൽ അല്ലാഹുവിന് വലിയ കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ കരുണയിൽ നമ്മൾ പ്രതീക്ഷയുള്ളവരാവുക. അല്ലാഹുവിന്റെ കരുണയിൽ നമ്മൾ ഇഷ്കുള്ളവരും, അല്ലാഹുവിന്റെ കരുണ സഹായം എനിക്ക് ലഭിക്കുമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു സൂഫിയായ മനുഷ്യൻ ഇതാ നടന്നു പോവുകയാണ്. ഒരു സൂഫിയായ മനുഷ്യൻ ഇങ്ങനെ വിജനമായ പ്രദേശത്തിലൂടെ നടന്നു പോവുകയാണ്. ഇരുൾമുറ്റ രാത്രിയാണ്. അപ്പോൾ ഇതാ ഒരു ഉമ്മ ചെറിയൊരു പിഞ്ചു കുഞ്ഞിനെ വഴക്ക് പറഞ്ഞ് തന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറക്കി വിട്ടി കഥ കടക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞ് വെളുക്കുവോളം ഉമ്മാന്ന് വിളിച്ച് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ആ ഉമ്മാന്ന് വിളിച്ച് കരയുന്നുണ്ട്. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീര് വരുന്നുണ്ട്. ആ പൊന്നുമോൻ കരഞ്ഞ് തളർന്ന കണ്ണുമായി, വാടിക്കഴിഞ്ഞ മുഖവുമായി ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടന്നറിയാതെ ഉറങ്ങിപ്പോകുമ്പോ മഹാനവറുകൾ പറയുകയാണ്, ആ ഉമ്മ വലിയ മാതിരിങ്ങനെ തുറന്ന് തന്റെ പൊന്നമകൻ കരഞ്ഞുറങ്ങിക്കൊണ്ടു ഉറങ്ങിയിരിക്കുന്ന ആ മകനെ എടുത്തിട്ട് തുരുതുര ഉമ്മ വെക്കുകയാണ്. നിന്നോട് ഞാൻ എത്രത്തോളം പറഞ്ഞു മോനെ, തിന്മകൾ ചെയ്യരുത്, കുസൃതികൾ കാണിക്കരുത് എന്ന് എത്ര വട്ട സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അനുകമ്പയോടെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ തിന്മ ചെയ്തത്? ആ പൊന്നുമോനെ ആ ഉമ്മ എടുത്ത് ഉമ്മ വെക്കുന്നത് പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെങ്കിലും പരീക്ഷണങ്ങൾ തരുമ്പോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തരുമ്പോ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശപ്പെട്ട് അല്ലാഹുവിന്റെ വാതിലും കൊട്ടിയടച്ചു പോകാതെ ആ റഹ്മത്തിന്റെ പടച്ചവന്റെ ജലാലിയാകുന്ന പടച്ച തമ്പുരാന്റെ ആ കരുണയിൽ പ്രതീക്ഷ അർപ്പിച്ച് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കരഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ, ആ റബ്ബിന്റെ മുമ്പിൽ ഒരു അടിമയെ പോലെ വിനയം കാണിച്ചാൽ ആ റബ്ബുൽ ഇസ്സത്ത് ആ ഉമ്മയെടുത്ത് ഉമ്മ വെക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
മാറ്റി നമ്മളെ അല്ലാഹുവിലേക്ക് ചേർക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, റമദാനിൽ മാത്രം പോരാ, അല്ലാഹുവിന്റെ കരുണ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും വേണം. ദുനിയാവിലും അല്ലാഹുവിന്റെ കരുണ വേണം, നാളെ ആഖിറത്തിലും അല്ലാഹുവിന്റെ കരുണ വേണം. ഒരിക്കലും നിന്റെ ഇബാദത്ത് കൊണ്ട്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ആരാധന, നോമ്പ്, സകാത്ത് എന്തുമായി കൊള്ളട്ടെ, ഏത് ഇബാദത്താണെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് ഈ പറയുന്ന അധ്യാപനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാറുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു 3 യതീമക്കളുള്ള ഒരു ഉമ്മ വന്നിട്ട് തന്റെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഏ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങളുടെ രക്ഷിതാവ് എത്രയോ അക്രമിയാണ്, എന്റെ രക്ഷിതാവ് എത്രയോ മോശക്കാരനാണ്. എന്റെ ഭർത്താവ് എന്റെ അകാലത്തിൽ നഷ്ടപ്പെട്ടിട്ട് ഞാൻ പടച്ചതമ്പുരാനെ കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ 3 യതീമക്കളാണ്. പക്ഷേ ആ പൊന്നുമക്കൾക്ക് ഞാൻ ആഹാരം കൊടുക്കാൻ, ഹലാലായ സമ്പത്ത് കൊടുക്കാൻ ഞാൻ പഞ്ഞിക്കെട്ട് വീട്ടിട്ടത്. പക്ഷേ ഇന്ന് ഞാൻ കച്ചവടത്തിനായി രാവിലെ ഞാൻ ഇറങ്ങുമ്പോ എന്റെ തലയിൽ ഒരു കൊട്ടയുമായി പഞ്ഞിയുമായി ഞാൻ ഇങ്ങനെ പോകുമ്പോ ഇതാ ഒരു പരുന്തിങ്ങനെ പറന്നു വന്ന് ആ പഞ്ഞിക്കെട്ടുകൾ വാങ്ങിക്കൊണ്ടുപോയി. എന്റെ മക്കൾ ഇന്ന് പട്ടിണിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയോ അക്രമിയ, എന്റെ ചെറുപ്രായത്തിൽ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി എന്നെ പറക്കമുറ്റാത്ത യതീമക്കളെയും ഉപേക്ഷിച്ചു. പക്ഷേ ഞാനൊന്ന് കച്ചവടം ചെയ്തെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞപ്പോ ഇതാ പരുന്തിന്റെ കച്ചവട സാധനവുമായി പറന്നുപോയി. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വലാ യദ്ലിമു റബ്ബുക അഹദ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും തന്റെ അടിമയോട്, തന്റെ ദാസനോട് അല്ലാഹു ഒരിക്കലും അക്രമം കാണിക്കില്ല എന്നുള്ള വിശുദ്ധമായ ഖുർആൻ. വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരിക്കലും തന്റെ അടിമയോട് അല്ലാഹു കരുണക്കേട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം കാണിക്കില്ല. ഇതാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതാ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. നോക്കുമ്പോൾ കച്ചവട സംഘമാണ് വന്നിരിക്കുന്നത്. മഹാനവറുകളോട് വന്നിട്ട് പറയുകയാണ്, ഇതാ 100 കിഴി സ്വർണ്ണ നാണയം, ഇതാ പാവപ്പെട്ട യതീമക്കൾക്ക്, ഇതാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സദഖ ചെയ്യാൻ ഞങ്ങൾ നിയ്യത്താക്കിയ പൈസയാണ്. ആ കച്ചവടക്കാരോട് ചോദിക്കുകയാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, എന്താണ് ഇങ്ങനെ ഒരു നിയ്യത്ത് വെക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾ ഇതാ കച്ചവടത്തിനായി കടലിലൂടെ, കപ്പലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഞങ്ങളുടെ കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും മരണത്തെ മുഖാമുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആകാശത്തിലൂടെ ഇതാ ഒരു പരുന്ത് പഞ്ഞിക്കെട്ടുമായി ഇങ്ങനെ പറന്നു വരികയാണ്. ആ പഞ്ഞിക്കെട്ട് കപ്പലിലേക്ക് വീഴുകയാണ്. ഞങ്ങൾ ആ പഞ്ഞിക്കെട്ടെടുത്ത് ആ കപ്പലിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന വെള്ളം പിഴിഞ്ഞു കളയുകയും ബാക്കി വന്ന ആ പഞ്ഞിക്കെട്ട് ഉപയോഗിച്ച് കപ്പലിന്റെ ദാരമടക്കുകയും അങ്ങനെ ഞങ്ങൾ അപ്പോഴെല്ലാവരും നിയ്യത്താക്കി ആണെങ്കിൽ ഇതാ 100 സ്വർണ്ണ നാണയം അല്ലാഹുവിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, വിഷമങ്ങൾ അനുഭവിക്കുന്ന യതീമക്കൾക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ നിയ്യത്ത് വെച്ചിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഇതാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൽതഫത ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ തിൽകൽ മർഅ, എന്നിട്ട് പറഞ്ഞു അത്രേ, റബ്ബുനി യത്തജിറു ലക ഫിൽ ബർരി വൽ ബഹരി, നിന്റെ രക്ഷിതാവായ പടച്ചതമ്പുരാൻ ആരെന്നറിയുമോ പെണ്ണേ, നിന്റെ റബ്ബാരെന്നറിയുമോ? നിനക്ക് വേണ്ടി കരയിലും കടലിലും കച്ചവടം ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിനെയാണ് നീ ആ റബ്ബിനെ പറ്റിയാണ് കുറച്ചു മുമ്പേ എന്റെ റബ്ബ് എത്ര അക്രമിയാണെന്ന് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ പരീക്ഷണത്തിന്റെ കൊടിമുടിയിലൂടെ നമ്മൾ സഞ്ചരിക്കാം. ആ പരീക്ഷണങ്ങൾ താങ്ങുന്നവർ, ആ പരീക്ഷണം അനുഭവിച്ചവർക്ക് അതിന്റെ പ്രയാസം അറിയാൻ കഴിയുള്ളൂ. ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ കരുണ എന്ന് പറയുന്നത് പരീക്ഷിക്കും. തന്റെ അടിമയെ അള്ളാഹു പരീക്ഷിക്കും, തന്റെ അടിമയെ അള്ളാഹു പിടിച്ചു കുലുക്കും. എന്നിട്ട് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സഹായമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, അള്ളാഹു തന്റെ അടിമയെ പൊക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മൾ മുമ്പ് അനുഭവിച്ച ആ കഷ്ടതയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റഹ്മാനിയത്തിന്റെ കലർപ്പുണ്ട് എന്ന് നാം അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക.
അപ്പൊ നമ്മൾ വിചാരിക്കും, അന്ന് ഞാൻ അനുഭവിച്ച കഷ്ടതകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സുന്ദരമായ സുദിനത്തിൽ അല്ലാഹുവേ നിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് പറയാൻ എനിക്ക് കഴിയുമായിരുന്നില്ലല്ലോ. ഇതാണ് അല്ലാഹുവിന്റെ കരുണ. ഇതാണ് പ്രിയമുള്ള പ്രത്യക്ഷമായ നോട്ടത്തിൽ ഇന്നലകളിൽ അല്ലാഹു നമ്മളോട് എന്തെങ്കിലും പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ കുറ്റം പറയല്ലേ, അല്ലാഹുവിനെ ആക്ഷേപിക്കല്ലേ. ഇതാ നിങ്ങളിലേക്ക് സന്തോഷത്തിന്റെ മന്ദമാരുതൻ കടന്നു വരാനുണ്ട് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ദുനിയാവിന്റെ കഷ്ടതകളാണ്. ദുനിയാവിൽ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, റബ്ബുൽ ഇസ്സത്തിന്റെ കരുണ കൊണ്ട് നമ്മളെ സഹായിക്കുമെന്ന് ഈ ചരിത്രങ്ങളിലൂടെ, ഈ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ നമ്മളെ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തു നോക്കി, നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് എത്രയോ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു നേരം ഒരു പെരുന്നാളിന്റെ സുന്ദരമായ സുദിനത്തിൽ നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടവരുണ്ട്, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടവരുണ്ട്. നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ ആരാന്റെ വീട്ടിൽ പോയി കഷ്ടപ്പെട്ടതിന്റെ അവിടുന്ന് കിട്ടുന്ന വേതനത്തിന്റെ തുച്ഛമായ വേതനം നമ്മുടെ വിശപ്പകറ്റാൻ ആ പാവപ്പെട്ട മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ചില മേഖലകളിൽ വരുന്ന പ്രയാസങ്ങൾ, അതിനെ ഓർത്ത് അല്ലാഹുവിന്റെ കരുണയുടെ കവാടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊട്ടിയടക്കാതെ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബിനാ വറഹ്മതുക അർജഅ ഇൻദനാ മിൻ അഅമാലിനാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ നമുക്ക് എല്ലാത്തിനേക്കാൾ ഉപരി അല്ലാഹുവിന്റെ സഹായമാണ്. അതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് അല്ലാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയ്ക്ക് കരുണ ചൊരിയുന്ന രൂപം വളരെ രസകരമായ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകാശത്ത്, നാലാം ആകാശത്തിൽ മലക്കുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. മലക്കുകൾ പറയുകയാണ്, വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോ, ഞാനിതാ കൊടും കുറ്റവാളി, മോശക്കാരനായ ഒരു മനുഷ്യൻ, ഒരു തെമ്മാടിയായ മനുഷ്യൻ കടലിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ചൂണ്ടക്കൊളുത്തിലേക്ക് ഒരു നെയ്മീനിനെ അടുപ്പിച്ചിട്ട് ഞാനിപ്പോ വന്നിരിക്കുന്നു എന്ന് ഒരു മലക്ക് പറയുമ്പോ മറ്റു മലക്കിനോട് ചോദിക്കുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോ ആ മലക്ക് പറയും, ഞാനിതാ ഒരു കഷ്ടപ്പെട്ട് സാധുവായ സ്വാലിഹായ ഇബാദത്തുകൾ ചെയ്യുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യന്റെ അടുക്കൽ ഞാൻ പോയിട്ട് വരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അദ്ദേഹം സമ്പാദിച്ച സമ്പാദനത്തിൽ നിന്നും അദ്ദേഹം മേടിച്ച സെയ്തെന്ന ഇതാ പാചകം ചെയ്യാൻ വേണ്ടി ചട്ടിയിലേക്ക് ഒഴിക്കുന്ന സന്ദർഭത്തിൽ അത് ഞാൻ തട്ടിക്കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കരുതേ. ദുനിയാവിൽ നമുക്ക് വരുന്ന പ്രയാസ നൊമ്പരങ്ങളിൽ നിരാശയിൽപ്പെട്ട് നമ്മൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശനാവാതെ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കരുണ നേടിയെടുക്കാൻ, അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ഈ റമദാനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാകുന്ന കാര്യങ്ങൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പൽ, ഇതെല്ലാം ചെയ്ത് റബ്ബുൽ ഇസ്സത്തിന്റെ കരുണ മേടിച്ചെടുക്കുക. പ്രിയമുള്ളവർ, ഇന്ന് സുബഹിക്ക് നമ്മൾ പറഞ്ഞ ഹദീസ് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എന്റെ അടുക്കൽ പ്രിയങ്കരം മറ്റുള്ള തന്റെ സഹോദരന്റെ വിഷമവും അവന്റെ സങ്കടവും അകറ്റാൻ ഈ എടുത്തു വെക്കുന്ന ഒരു കാൽ ചൂടാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ തന്റെ സഹചാരിക്ക് വേണ്ടി, തന്റെ കൂട്ടുകാരന് വേണ്ടി, തന്റെ കൂടെ വസിക്കുന്നവർക്ക് വേണ്ടി കരുണയുടെ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ, വിനയത്തിന്റെ ഇതിൽ അവനെ സഹായിക്കുന്നവരാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ തന്റെ സ്നേഹിതന്റെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹുവിന്റെ കരുണ മേടിച്ചെടുക്കാൻ കഴിയുള്ളൂ. വിശുദ്ധമായ റമദാൻ ഇതാ വളരെ സ്പീഡിൽ നമ്മൾ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റമദാനിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായോ എന്ന് നാം ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന
റമദാൻ മാസം കൊണ്ട് പടച്ച തമ്പുരാൻ ഉദ്ദേശിക്കുന്ന മാനസികമായ ശാരീരികമായ ആത്മവിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞോ? 6 ദിനങ്ങൾ ഇതാ നമ്മളോട് സലാം പറയുകയാണ്. റഹ്മത്തിന്റെ പത്തിത നമ്മൾ നിന്ന് യാത്രയാവുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ മഗ്ഫിറത്തിന്റെ പത്തിലായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളിൽ, കഷ്ടതകളിൽ, നൊമ്പരങ്ങളിൽ പതറിപ്പോവാതെ അള്ളാഹുവിന്റെ കരുണയിൽ ഉറച്ചു വിശ്വസിക്കുന്ന, അള്ളാഹു ആരെ കൈവിട്ടാലും എന്നെ കൈവിടില്ല, അള്ളാഹുവിന്റെ കരുണയിൽ ഉറച്ചു വിശ്വസിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് നന്മകൾ തരും. ഇനി മരിക്കുന്നത് വരെ ദുനിയാവിൽ നിങ്ങൾക്ക് പ്രയാസമാണോ? ഇതാ മരിക്കുന്ന അതോടുകൂടി സന്തോഷത്തിന്റെ സുദിനങ്ങൾ ഇതാ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ, അവന്റെ അനുഗ്രഹങ്ങളുടെ പൂങ്കാമനമായ റമദാൻ, റഹ്മത്ത് ചൊരിയുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ പുണ്യമായ റമദാനിനെ ഇതുപോലെ നമ്മളോടൊപ്പം ഇരുന്ന് കേൾക്കാൻ ആഗ്രഹിച്ച നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ, നമ്മുടെ പരിസരത്തുള്ള മക്ബറയിൽ, നമ്മുടെ പരിസരത്തുള്ള മഖാമുകളിൽ, നമ്മുടെ പരിസരത്തുള്ള ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ മണ്ണറയെ മണിയറയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആത്മീയമായ, ശാരീരികമായ, മാനസികമായ എല്ലാ ഖൈറുകളും പടച്ചു തമ്പുരാൻ നസീബാക്കുമാറാവട്ടെ. ഈ റമദാൻ നമ്മൾ നിന്നും യാത്രയാകുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് നല്ലൊരു ജനതയുടെ അടുക്കലേക്കാണ് റബ്ബേ ഞാൻ പോയത്, അവർ ആദരിച്ചു, എന്നെ നല്ല രീതിയിൽ അവരെ ബഹുമാനിച്ചു എന്ന് നമ്മളെ പറ്റി ഈ നോമ്പ് നല്ലത് പറയുന്ന സജ്ജനങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടിയും നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കൂട്ടമായ ദുആയിലും ആത്മാർത്ഥമായി ആ പ്രിയപ്പെട്ട സാധുവായ, നമുക്ക് വേണ്ടി ദീനിയായ ഖിദ്മത്ത് ചെയ്ത ആ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഈത്തപ്പഴ ചലഞ്ചിന് റമദാന് മുമ്പേ കൊണ്ട് വെച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴം 1 കിലോ നമുക്ക് വേണമെങ്കിൽ മേടിച്ച സാധുക്കളായ ആളുകൾക്ക് കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, പ്രിയമുള്ളവരെ, സാധുക്കൾക്ക്, വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ലോകത്തിൽ ഡയാലിസിസ്, ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ വിഷമിക്കുന്ന, നൊമ്പരപ്പെടുന്ന ആളുകളിലേക്കാണ് ഇതിന്റെ സംഭാവന എത്തുന്നത്. നമ്മുടെ വീട്ടിൽ വേണമെങ്കിലും അത് മേടിച്ച് നമ്മുടെ അയൽവക്കത്തിൽ വീട്ടിൽ കൊടുക്കും. പ്രിയമുള്ളവരെ, റമദാൻ സദഖയുടെ മാസമാണ്, ദാനധർമ്മങ്ങളുടെ മാസമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കടയിൽ പോയി മേടിച്ചാലും ആ ഒരു പൈസയൊക്കെ തന്നെയാകും. കൂടുതലുള്ള പൈസ അത് അർഹതപ്പെട്ടവരിലേക്കാണ് എത്തുന്നതെന്നുള്ള ബോധത്തോടെ നമ്മുടെ സദഖകൾ ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടോ?